കാസർഗോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് ഡെർമറ്റോളജിയിൽ ലിംഫെഡിമയ്ക്കും മന്തിനും വിജയകരമായ സംയോജിത ചികിത്സ നടത്തുന്ന കേന്ദ്രത്തിന്റെ സ്ഥാപകനും ഡയറക്ടറും ഒരു ഡോക്ടർ SR നരഹരിയാണ്. ഇദ്ദേഹം ഇപ്പോൾ പാകിസ്ഥാനിലും പ്രശസ്തനാണ്. പാകിസ്ഥാൻകാരിയായ മഹാം സൊഹൈബ് കാസർഗോഡ് വരെ എത്തിയത് ഈ പേര് വിശ്വസിച്ചാണ്. ആ വിശ്വാസം അവളെ രക്ഷിച്ചു. പാകിസ്ഥാനിൽ ചികിത്സയില്ല എന്ന് പാക് ഡോക്ടർമാർ വിധി എഴുതിയ അസുഖത്തിന് ചികിത്സിക്കാനാണ് അതിർത്തി കടന്ന് മഹാം എന്ന ഈ പെൺകുട്ടി എത്തിയത്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഓരോ ചുവടും മഹാം സൊഹൈബ് മാലികിന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ളതായിരുന്നു. അവളുടെ 2 കാലുകളിലും നീര് കെട്ടി നിൽക്കുന്ന ലിംഫെഡിമ എന്ന രോഗമായിരുന്നു. ആ രോഗത്തിനു മുന്നിൽ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് 28-കാരിക്ക് മുന്നിൽ ഇന്ത്യ ചികിത്സയുടെ പുതിയ വെളിച്ചം തെളിച്ചത്. 2 ആഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം 20% രോഗം കുറച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. നാട്ടിലേക്കുള്ള മടക്കത്തിനിടെ വാഗ അതിർത്തിയിൽ 2 കാലം മണ്ണിൽ ഉറപ്പിച്ചു വെച്ച് മടങ്ങുമ്പോൾ അവൾ നന്ദി പറഞ്ഞത് ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യൻ സർക്കാരിൻ്റെ ചികിത്സയ്ക്കും. പാകിസ്ഥാൻ അത്തോക്കിലെ മെക്കാനിക് മുഹമ്മദ് സൊഹൈബ് മാലിക്കിൻ്റെ മകളാണ് മഹാം സൊഹൈബ്. 8-ാം വയസ്സിലാണ് ഈ രോഗം തുടങ്ങിയത്. മോളുടെ കഷ്ടപ്പാട് നീക്കാനുള്ള അലച്ചിലുകൾക്കിടെ ഈ രോഗത്തിന് രാജ്യത്ത് ചികിത്സയില്ല എന്ന് പാക് ഡോക്ടർ പറയുന്നു. അത് അച്ഛൻ്റെയും മകളുടെയും ഹൃദയം തകർക്കുന്ന വാക്കുകളായിരുന്നു. ലോകത്ത് എവിടെയെങ്കിലും ചികിത്സ ഉണ്ടോ എന്ന് പിന്നീട് ഇൻ്റർനെറ്റിലൂടെ തിരച്ചിൽ തുടർന്നു. തൊട്ടത് കാസർഗോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് ഡെർമറ്റോളജി. ലിംഫെഡിമയ്ക്കും മന്തിനും വിജയകരമായ സംയോജിത ചികിത്സ നടത്തുന്ന ഒരു കേന്ദ്രം ഇവിടെയുണ്ട്. ആ കേന്ദ്രത്തിന്റെ സ്ഥാപകനും ഡയറക്ടറുമായ ഡോക്ടർ SR നരഹരിയെ അവർ ഫോണിൽ ബന്ധപ്പെടുന്നു. മഹാമുമായി ഓൺലൈനിൽ സംസാരിച്ച ഡോക്ടർ രോഗവിവരം മനസ്സിലാക്കി ഇവിടെ ചികിത്സയ്ക്ക് അനുമതി തേടി കുടുംബം ഇന്ത്യൻ സർക്കാരിന് അപേക്ഷ നൽകി. നരഹരി സമർപ്പിച്ച മെഡിക്കൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ചികിത്സയ്ക്ക് പച്ചക്കൊടി വീശുന്നു. മെയ് 7 മുതൽ 21 വരെയായിരുന്നു യോഗയും ആയുർവേദവും അലോപ്പതിയും ഭക്ഷണക്രമവും ഒക്കെ സംയോജിപ്പിച്ച് ചികിത്സ തുടരേണ്ട വിധം IADയിൽ നിന്നുള്ള സംഘം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയുള്ള നാളുകളിൽ അത് തുടരും. ഭക്ഷണത്തിലും ശീലങ്ങളിലും മാറ്റം കൊണ്ടുവരും. ചികിത്സയ്ക്ക് വഴി തുറന്നു നിന്ന ഇന്ത്യൻ സർക്കാരിനെയും വാഗ മുതൽ കാസർഗോഡ് വരെയുള്ള യാത്രയിൽ സഹായിച്ചവരെ നന്ദിയോടെയാണ് മഹാം ഓർക്കുന്നത്. ആസ്പത്രിയിലാണ് എന്ന് തോന്നിയില്ല. അങ്ങനെ ചികിത്സയുടെ കാര്യങ്ങൾ പഠിപ്പിച്ച ഡോക്ടർ നരഹരി, അദ്ദേഹത്തിനൊപ്പമുള്ള ഡോക്ടർമാരായ രൂപ കാമത്ത്, ഗുരുപ്രസാദ് അഗ്നിത്ത, ഇവരെയൊന്നും ഒരിക്കലും മറക്കാനാകില്ല എന്നാണ് മഹാമിൻ്റെ വാക്കുകൾ. മഹാമിന് മന്താണ് എന്നായിരുന്നു പാകിസ്ഥാനിലെ പല ആശുപത്രികളിൽ നിന്നുമുള്ള പരിശോധനാ ഫലം. എന്നാൽ രോഗം ലിംഫെഡിമയാണെന്ന് ഇവിടെ കാസർഗോഡ് കണ്ടെത്തുകയായിരുന്നു. അടുത്ത 6 മാസം വീട്ടിൽ നിന്ന് ചികിത്സ തുടരാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓൺലൈൻ വഴി ഡോക്ടർ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അയൽരാജ്യത്ത് നിന്നുള്ള ഒരു അതിഥിയെ ചികിത്സിക്കാൻ സാധിച്ചതിൽ IAD അഭിമാനിക്കുന്നതായി ഡോക്ടർ നരഹരി പറയുന്നു. ഡോക്ടർ നരഹരിക്ക് അഭിനന്ദനങ്ങൾ. കാരണം നമ്മുടെ ശത്രുരാജ്യത്തുള്ളത് എന്ന് വിശ്വസിക്കുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഒരാളെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അതും കേരളത്തിൽ ഒരു ചികിത്സ നൽകി സന്തോഷത്തോടെ മടക്കി വയ്ക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഇതുപോലെ തന്നെ ചെന്നൈയിൽ ഹൃദയം മാറ്റിവെക്കാൻ വന്ന ആയിഷ എന്ന മറ്റൊരു പാകിസ്ഥാനി വാർത്തകളിൽ ഇടം പിടിച്ചത് ഈ അടുത്ത കാലത്താണ്. ചെന്നൈയിൽ പാകിസ്ഥാൻ പെൺകുട്ടിയുടെ ഹൃദയ ശസ്ത്രക്രിയയും അതിരുകൾക്കപ്പുറമുള്ള മനുഷ്യത്വമാണ് കാണിക്കുന്നത്. ഹൃദ്രോഗം ബാധിച്ച് കഴിഞ്ഞ 5 വർഷമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു ആയിഷ. ചെന്നൈ MGM ഹെൽത്ത് കെയർ ആശുപത്രിയിൽ നടത്തിയ ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതോടെയാണ് ആയിഷയ്ക്ക് പുതുജീവൻ ലഭിച്ചത്. എല്ലാ പ്രതീക്ഷകളും മറ്റ് ജീവന്റെ അവസാന തുടിപ്പും കയ്യിൽ പിടിച്ച് അതിർത്തി കടന്ന് ആദ്യമായി ഇന്ത്യയിലേക്ക് വന്ന ആയിഷയും കുടുംബവും മനസ്സ് നിറയെ സന്തോഷവും ആശ്വാസവുമായാണ് മടങ്ങിപ്പോയത്. ECMO പിന്തുണയിലായിരുന്നു ആയിഷ ഉണ്ടായിരുന്നത്. ഹൃദയ വാൽവിൽ ചോർച്ചയ്ക്ക് കാരണം വലിയൊരു ലീക്ക് വികസിച്ചതോടെയാണ് ഹൃദയത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടത്. അതിന് പരിഹാരം തേടി വന്ന ഇന്ത്യയിലേക്ക് വന്ന ആയിഷയ്ക്കും കുടുംബത്തിനും പണം ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. എന്നാൽ ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഐശ്വര്യം ട്രസ്റ്റ് അവരെ സഹായിച്ചു. 35 ലക്ഷം രൂപയോളം ചിലവാകുന്ന ഹൃദയ ശസ്ത്രക്രിയ പൂർണ്ണമായി അതിന്റെ ചിലവ് വഹിച്ചു. ഇപ്പോൾ ആയിഷയും സന്തുഷ്ടയാണ്. ഇന്ത്യക്കാരായ ഡോക്ടർമാർ, ഇന്ത്യയിലുള്ള ചികിത്സ, ഇതൊന്നും ചില്ലറ കാര്യമല്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.